നന്മയുടെ ബീജം ഏതു വിപത്തിലും. കൊലോസ്യർ 3:1-15 വരെ. ചിന്തക്കായിട്ട് 5-ാം വാക്യം. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹ ആരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ആശിക്കുന്നത് ലഭിക്കുമ്പോൾ നാം സന്തോഷിക്കുന്നു, ആശിക്കാത്തത് സംഭവിക്കുമ്പോൾ മുഖം വാടുന്നു. ദൈവവിശ്വാസികളെന്ന് പറയുന്നവർ കൂടി ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടി നേർച്ചകളോ കാഴ്ചകളോ അർപ്പിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് തങ്ങൾ ആശിക്കുന്ന പോലെ ഉള്ള ഐശ്വര്യവും ക്ഷേമവും നേടാൻ ആഗ്രഹിക്കാറുണ്ട്. ലോട്ടറി ടിക്കറ്റ് വാങ്ങിയ ശേഷം 1-ാം സമ്മാനം കിട്ടാൻ ആശിക്കുന്ന ചിലർ അതിനുവേണ്ടി നേർച്ചകളും പൂജകളും കഴിക്കുക പോലും ചെയ്യുന്നതും തങ്ങൾ ആശിക്കുന്ന നന്മ കൈവരണമെന്നുള്ള അതിമോഹം കൊണ്ടാണ് ഇങ്ങനെയുള്ളവർ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ വിപത്തുണ്ടാകുമ്പോൾ നിരാശയുടെ പടുകുഴിയിൽ നിപതിക്കുന്നത്. എന്നാൽ യഥാർത്ഥമായ ദൈവവിശ്വാസമുള്ളവർ വിപത്തുകളിൽ, അതായത് വിപരീത ജീവിത സാഹചര്യങ്ങളിൽ നന്മ കണ്ടെത്തുന്നവരായിരിക്കും. സുപ്രസിദ്ധ ഗ്രന്ഥകാരനായ നെപ്പോളിയൻ ഹിൽ ഈ തത്വശാസ്ത്രം വിശദീകരിക്കുന്നതിന് അനുഭവത്തിൽ നിന്ന് 1-2 ദൃഷ്ടാന്തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ നേരിടുന്ന ഓരോ വിപത്തിലും അതോടൊപ്പമോ ചിലപ്പോൾ അതിനേക്കാൾ വലുതോ ആയ നന്മയുടെ വിത്ത് അന്തർഭവിച്ചിട്ടുണ്ടെന്നുള്ളത് വസ്തുത ചൂണ്ടിക്കാണിക്കുവാൻ അദ്ദേഹം പറയുന്ന ഒരു അനുഭവ കഥ കേൾക്കും. ചെറുപ്പത്തിൽ വളരെയധികം ദാരിദ്ര്യ ക്ലേശങ്ങൾ സഹിച്ച ആളായിരുന്നു നെപ്പോളിയൻ ഹിൽ. വിർജീനിയയിലെ വൈസ് കൗണ്ടിയിൽ ഒരു കർഷക ഭവനത്തിലെ ദാരിദ്ര്യ ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ. പണമുണ്ടാക്കാനുള്ള കുറുക്കുവഴി വല്ലതുമുണ്ടോ എന്ന് അന്വേഷിച്ചു പോയാൽ അത് തികച്ചും സ്വാഭാവികം മാത്രമാണ്. പലരും ചെയ്യാറുള്ളതുപോലെ ഒരു ഭാഗ്യക്കുറി ടിക്കറ്റ് വാങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചു. 25 സെൻറ്റ്, അതായത് 1.25 രൂപ കൊടുത്ത് അദ്ദേഹം ഒരു ടിക്കറ്റ് വാങ്ങി. എന്തിനേറെ പറയുന്നു, ഭാഗ്യനക്ഷത്രം തെളിഞ്ഞിരുന്ന നെപ്പോളിയന് തന്നെ 1-ാം സമ്മാനം കിട്ടുകയും ചെയ്തു. 1-ാം തരം ഒരു കുതിര. അമേരിക്കൻ കർഷകന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ആകർഷകമായ വിലപ്പെട്ട സമ്മാനമായിരുന്നു അത്. കുതിരയെ വീട്ടിൽ കൊണ്ടുവന്നു, വയറു നിറയെ തീറ്റ കൊടുത്തു. ആ രാത്രിയിൽ ആ കുതിര കെട്ടുപൊട്ടിച്ച് ആറ്റിൽ പോയി വെള്ളം കുടിച്ചു. വയറ് വീർത്ത് ചത്തുപോയി. അതിനെ വലിച്ചു കൊണ്ടുപോയി കുഴിച്ചിടുന്നതിന് $5 ചെലവാകുകയും ചെയ്തു. അദ്ദേഹം ആശിച്ചത് ഭാഗ്യക്കുറിയിൽ 1-ാം സമ്മാനം കിട്ടണമേ എന്നായിരുന്നു. ആശിച്ചതുപോലെ കിട്ടി, എങ്കിലും ആശിക്കാത്തത് സംഭവിച്ചു. എന്നാൽ ഈ വിപത്തിൽ നിന്ന് അദ്ദേഹം മഹത്തായൊരു പാഠം പഠിച്ചു. ഏതെങ്കിലും തരത്തിലുള്ള ചൂതുകളിക്ക് വേണ്ടി പണം ചെലവ് ചെയ്യുവാനുള്ള പ്രലോഭനം പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിനുണ്ടായിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന നഷ്ടങ്ങളിലും ദൗർഭാഗ്യങ്ങളിലും പരാജയങ്ങളിലുമെല്ലാം നമ്മുടെ ഭാവി നേട്ടങ്ങൾക്ക് നിദാനമായ നന്മയുടെ ബീജങ്ങൾ അന്തർഭവിച്ചിട്ടുണ്ടെന്നുള്ളതിനെ സംശയമൊന്നുമില്ല. നന്മയുടെ ബീജങ്ങൾ ഉൾക്കൊണ്ട ശേഷം നമ്മുടെ പരാജയങ്ങളെയും ഭാഗ്യദോഷങ്ങളെയും ഇങ്ങിനി വരാത്ത ഭൂതകാലത്തിലേക്ക് വലിച്ചെറിഞ്ഞ ശേഷം ഭാവിയുടെ ചവിട്ടുപടിയിലേക്ക് കയറുകയും നല്ല നാളെ എത്തിപ്പിടിക്കുകയും ചെയ്യുക മാത്രമാണ് കരണീയമായിട്ടുള്ളത്. ഏതു വിപത്തിലും നന്മയുടെ ബീജം അടങ്ങിയിട്ടുണ്ട്. ഈ വാചകം നിങ്ങൾക്ക് ഓർമ്മിക്കുവാൻ കഴിയുമോ? ഇതൊരു കാർഡിൽ എഴുതി നിങ്ങളുടെ പോക്കറ്റിൽ സൂക്ഷിക്കുക. നിങ്ങളുടെ മനസ്സമാധാനത്തിൻ്റെ മർമ്മം ഈ വാക്യത്തിൽ അന്തർഭവിച്ചിട്ടുണ്ടെന്ന് നെപ്പോളിയൻ ഹിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഓർക്കണമേ, നല്ലത് അറിയുക, നന്നായി അറിയുക, ഇതാണ് ജീവിത വിജയം. 1 യോഹന്നാൻ 2:16. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃ ശുശ്രൂഷയിൽ എളിയ ദാസൻ.